ഹലോ അനീഷേ. ഹലോ. ഇന്നെന്തിട്ട് നീ ക്ലാസ്സിന് കഴിഞ്ഞു? അത് ഇന്ന് ഉറങ്ങി എണീക്കാൻ നേരം പോയി അനു. ഞാൻ നല്ല തണുപ്പല്ലേ രാവിലെ. അതെ, എനക്കും തണുപ്പില്ലേ? നീ അതിങ്ങനെ ഉറങ്ങി എണീക്കായി? അത് ഞാൻ എന്താ പറയാ, ഇന്നലെ ഉറക്കത്തെല്ലാം മൊത്തം അനു തന്നെയായിരുന്നു മനസ്സിൽ. അങ്ങനെ കുറെ എന്തെല്ലോ സ്വപ്നമെല്ലാം കണ്ട്. ഉം. ഉം. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഊട്ടിക്ക് പോവാന്ന് പറഞ്ഞു. അത് ഞാൻ അമ്മയോടൊന്നും ആരോടും പറഞ്ഞിനൊന്നുമില്ല. പിന്നെ പണിയും നല്ല തിരക്കുള്ള പണിയുമാണ്. ഞാൻ അതെല്ലാം ആലോചിച്ച് നോക്കുമ്പോ അതുകൊണ്ടാണ്. എന്നാ വേണ്ട ഇങ്ങനെ നാളെ ഞാൻ അനുവിന്റെ വീട്ടിലേക്ക് വന്നാലോ? ഊട്ടിക്ക് നമുക്ക് പിന്നെ പോവാം. പിന്നെന്ന് പറഞ്ഞാല് പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പൊ അപ്പൊ ഈടെ നീ നല്ല അപ്പൊ നീ വരുവാ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക്. ഞാൻ ഒന്ന് വീട്ടിലെല്ലാം പറഞ്ഞ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ദൂരെ ഏതെങ്കിലും ഒരു ചങ്ങായിന്റെ കല്യാണത്തിന് പോകുന്നതെന്നെങ്കിലും പറഞ്ഞിട്ട്. എനിക്കങ്ങനെ ചങ്ങായി ഇല്ല. അങ്ങനെ ഒരു ചങ്ങായിനെ ഉണ്ടാക്കണ്ടേ? അതിന് അമ്മക്ക് ഇതിന്റെ ചങ്ങായിനെ എല്ലാം അറിയുവാ. ഇല്ല, ഇത് ഏതാണ്ട് കുറച്ച് ചങ്ങായിമാരെല്ലാം നമുക്കറിയാം. പിന്നെ പുറത്ത് ദൂരെ പോകാനുള്ള ചങ്ങായിമാരൊന്നും ഇല്ലാന്ന് അറിയാം. അത് അങ്ങനെ ആരെങ്കിലും ഉള്ളതായിട്ട് ഇനി പറയണം. അത് ഒരുമിച്ച് പഠിച്ച ചങ്ങായി എന്നിട്ട് പറഞ്ഞു. ഒരുമിച്ച് പഠിച്ച ചങ്ങായി എന്നും പറഞ്ഞ അമ്മ വിശ്വസിക്കൂലപ്പ. നല്ലത്. ഇല്ല, ഞാൻ വിചാരിച്ചു വീട്ടില് വരുവോ? വീട്ടിൽ വരാം. ഇവിടെ ഇപ്പൊ നല്ല തണുപ്പല്ലേ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോ സ്വപ്നം കണ്ടത് അനുവിന്റെ വീട്ടിൽ വന്നിട്ടുള്ളതേനു. എന്നാ പിന്നെ നീ പണിയും കഴിഞ്ഞിട്ട് വീട്ടിൽ വരൂലേ? അപ്പൊ കുറച്ച് പച്ചക്കറി സാധനം കൊടുത്തിട്ട് എനിക്ക്. പച്ചക്കറിയാ? എന്നാ വേണ്ടേ? എന്ത് പച്ചക്കറിയാ വേണ്ടേ? കുറച്ച് എനിക്ക് കറി വെക്കാനും സലാഡ് ആക്കാനുള്ള കുറച്ച് എല്ലാ കാര്യത്തിനും പറ്റിയ ഒരു പച്ചക്കറി. അതെന്നാ? അതെന്ത് പച്ചക്കറിയാ? അത് കുറച്ച് വഴുതനങ്ങ, പച്ചക്കായി, മറ്റുള്ള. വഴുതനങ്ങയും പച്ചക്കായിയാ? കുറച്ച് കക്കിരി. അതെല്ലാം എന്തിനാ? കറി വെച്ച് തിന്നാനാ? എല്ലാ കാര്യത്തിനും പറ്റും. സലാഡ് ആക്കാനും പറ്റും, കറി വെക്കാനും പറ്റും, വറവാക്കാനും പറ്റും, എല്ലാം പറ്റും. അത് അനുവിനെ മേടിച്ചാ പോരെ? അത് നീ എന്നെ കൊണ്ടുതന്നെ. ഇന്ന് എന്നെ കിട്ടുമോ? ഇന്നെനി കിട്ടുവോ? നാളെയല്ലേ. നീ വരുമ്പോ പറഞ്ഞേ. കൊറേ വേണോ? കുറച്ച് മതിയോ? കുറച്ച് മതി. ഞാൻ ഒരാളില്ലല്ലോ. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടെന്നാന്ന് മനസ്സിലായ? ഇല്ല. ഞാൻ അന്ന് മിഞ്ഞാത്തില് വീട്ടിൽ വന്നേരം ഉള്ളതെല്ലാം കണ്ട്. നല്ല തണുപ്പും. ഉറങ്ങി എണീച്ച് നോക്കുമ്പോ മൊത്തം നനഞ്ഞ്. എന്നിട്ട് നഞ്ഞ? അന്നേരാ വിചാരിച്ചേ. ആള് ഭയങ്കരനാണല്ലോ. ഞാൻ ഭയങ്കരനായിട്ടൊന്നുമല്ല. അനുവിനാണ് ഭയങ്കരമായിട്ട് തോന്നി. അല്ലാണ്ട് വീട്ടില് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നനിയണ്ടെങ്കില് അത് അനുവിന്റെ എന്നാ പറയണ്ടേ. അനുവിനെയല്ലേ ഞാൻ സ്വപ്നം കണ്ടേ. പിന്നെ ഇങ്ങനെ നനയാണ്ടിക്കണ്ടേ? ആടെ വന്നേരമുള്ള അതേപോലെയാണ് ഞാൻ കണ്ടല്ലോ. ഞാനേ അല്ല, ഈ സാധനം വാങ്ങിട്ട് വരാൻ പറ്റിയത് പറഞ്ഞത് അനീഷിനും കുറച്ച് തരാന്ന് വെച്ചിട്ട്. അനീഷിന് ഉപകാരപ്പെടും. അതെന്തിന്?
ഉം. അത് നല്ല ആരോഗ്യം ഉണ്ടാവും. ഉം. അതെങ്ങനെ ആരോഗ്യം വരുക? അതെല്ലാം ഉണ്ട്. അതല്ലേ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞേ, ഞാൻ കാണിച്ചു തരും. ഉം. അത് അനക്കന്നെയാണ് ആരോഗ്യമല്ലേ, അനുവിന് ആരോഗ്യമുള്ളത് കിട്ടുന്നയാ? രണ്ടാൾക്കും ആരോഗ്യമുണ്ട്. കക്കിരിയും വഴുതിനങ്ങിയാ? കുറച്ച് പച്ചക്കായി മുരിങ്ങാക്കോലുണ്ടെങ്കിൽ അത് വാങ്ങും. മുരിങ്ങാക്കോൽ ഏറ്റവും നല്ല സാധനം. അനു അപ്പൊ ഇതെല്ലാം തന്നെയാ തിന്നല്? അനീഷ് തിന്നില്ല. എപ്പെങ്കിലെല്ലാം തിന്നലുണ്ട്. അപ്പൊ ഇതുകൊണ്ട് പച്ചക്കറികളുടെ കൂട്ടത്തില് അടിപൊളി സാധനമാണ് ഇത്. എല്ലാത്തിനും പറ്റിയത്. എല്ലാത്തിനും പറ്റിയെന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്ന എന്തെല്ലാം പറ്റുക? അത് അനീഷിന് അറിയാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വീട്ടിൽ വന്നാല്. നാളെയാ? നാളെ പറഞ്ഞേ. അറിയില്ല. വാങ്ങിയിട്ട് വന്നാ മതി. പൈസ ഇല്ലെങ്കിൽ ഞാൻ തരുന്നു. പൈസ ഒന്നും വേണ്ട, ഞാൻ മേടിച്ചിട്ട് വരും. കുറച്ചേ വേണ്ടല്ലേ? നല്ലത് നോക്കി വാങ്ങണേ. നല്ല വണ്ണുള്ളിയാന്ന്. ഇപ്പം കക്കിരിയെല്ലാം വണ്ണുള്ളിയല്ലേ വരുന്നത്? അധികം വണ്ണം വേണ്ട, ഒരു മീഡിയം. മൂത്തതാ വേണ്ടല്ലേ? ചെള്ളു നോക്കിട്ട് വേണോ? ചെള്ളു മതി. എന്നാലിപ്പോ അതുണ്ടോ തിന്നാനല്ലേ? തിന്നാൻ തന്നെ. ഇപ്പൊ മൂത്ത കഴിയല് ഇനി കുറച്ച് ഉറപ്പുണ്ടാവൂലേ? പതവുള്ളതല്ലേ എല്ലാത്തിനും നല്ലേ. എന്നാ പതവുള്ള തന്നെ കൊണ്ടുതരാം. പതവുള്ള തന്നെ ആണല്ലേ അനുവിനെ പോലല്ലേ? അനുവിന്റെ എന്താ പതോ? അതാണ് എല്ലാത്തിനും നല്ല. പതവുള്ളതാ? പച്ചക്ക് തിന്നാനും അല്ലാണ്ട് തിന്നാനും. മനസ്സിലായില്ലേ? മനസ്സിലായി വരുന്നുണ്ട്. ഇന്നലെ ആ സ്വപ്നം കണ്ടു പദം തന്നെയാണ്. അതാണ് മൊത്തം നനഞ്ഞു കുളിച്ചത്. ബാക്കി ഞാൻ മനസ്സിലാക്കി തരാട്ടാ. ഇപ്പൊ നാളെ പുതിയ പഠിപ്പിക്കല? നാളെ പുതിയതാണ്. ആരോഗ്യം എങ്ങനെ ഉണ്ടാക്കാം. ഇപ്പം ഡ്രൈവിങ് ഇതെല്ലാം ഒരുമിച്ചാണ്. അപ്പോ എന്നിട്ട് ഊട്ടി പോക്ക് എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാട്ടാ. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടിരിക്കും. അനു പഠിപ്പിച്ചിരുന്നെല്ലാം ഞാൻ പഠിക്കും. അല്ല, ഇതിലാണ് ഞാൻ സ്വന്തമായിട്ടെല്ലാം പഠിച്ചു. സ്വന്തമായിട്ട് അത് ഇന്നലെ അനുവിന് മനസ്സിലായിട്ടില്ലേ? മിഞ്ഞാത്തല്ലേ ഞാൻ പറഞ്ഞേരം? അത് എനിക്ക് മനസ്സിലായി. ഡ്രൈവ് ചെയ്യുന്ന കണ്ടപ്പോഴേ മനസ്സിലായി. പഠിച്ചിരുന്നു. അല്ല, അനുവന്തിനെ പിന്നെ പറഞ്ഞ ഞാൻ മുകളിൽ കയറിയിട്ട് പഠിപ്പിച്ചു തരാം അതെന്നേനു. അത് വേറെയുണ്ട്. അങ്ങനെയും പഠിക്കാനുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് മുകളിൽ കയറിയിട്ടാ? ആദ്യം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടേ അത് പഠിക്കുന്നു. ഗിയർ പൊട്ടിക്കുവാ? ഗിയർ പൊട്ടിക്കുവാ? ഗിയർ പൊട്ടാണ്ട് നോക്കിയാ മതി കേട്ടാ. അല്ല, അനു ആവേശം കാണിക്കുമ്പോ നമുക്ക് പേടിയാവും ചിലപ്പോ. അല്ല, അനീഷിനെ അറിയാതുണ്ടല്ലേ ഞാൻ പഠിപ്പിച്ചിരുന്നു മാത്രമല്ലല്ലോ,
അനുവിന്റെ ഭയങ്കര ആവേശല്ലേ. ഉം. ഈർമല് വീണ് എന്നാ പറയണ്ടേ. അനീഷിനും കുറവൊന്നുമില്ലല്ലോ, ഇത് പഠിക്കാനുള്ള ആവേശം. ആദ്യമല്ല ഓണടിക്കാൻ പറഞ്ഞാൽ എനിക്ക് അറിയില്ലേനി. ഇപ്പൊ ഓണടിച്ചിട്ടൊന്നും മതിയാകുന്നില്ല. ഉം. അതെനിക്ക് മനസ്സിലായി. ഓണം അടിക്കുന്നതിനെ വണ്ണം വെച്ച് വരുന്നുണ്ടല്ലോ. അതെന്തിട്ടാന്ന് എനിക്കറിയില്ല. അതെന്തിട്ട് അങ്ങനെ? ആദ്യം അടിച്ച ഓണമെന്നല്ല, പിന്നെ നല്ല വണ്ണം കൂടി വരുന്ന അടിക്കുന്നതിന്. കാറ്റടിച്ച പോലെ, അത് കാറ്റ് കൂടിയിട്ടിരിക്കും. കാറ്റ് നിറച്ച പോലെ ഇരിക്കുന്നു ഇപ്പൊ. അന്ന് ശ്രദ്ധിച്ചിട്ടില്ല? കൈക്ക് അടഞ്ഞിട്ടില്ലേ? കുറച്ച് കുറവായിപ്പോ. ചില നേരത്തെ ഓണം എന്ന് പറഞ്ഞിട്ട് കാര്യം, ചില നേരത്തെ നല്ല കല്ല് പോലെ ഉണ്ട്. നമ്മ അറിയില്ല, അനുവിനല്ലേ അറിയാം. ഓണടിച്ചിട്ട് എന്റെ കൈ തന്നെ ചിലപ്പോ ഇങ്ങനെ വേദന എടുക്കുമ്പോല്ലോ തോന്നുന്നു, കടച്ചിലെടുക്കുമ്പോലെ. ഇനി ഞാൻ നല്ല അമർത്തി അടിക്കും കേട്ടോ. എന്റെ നോക്കാലോ, കുറച്ച് പദം വരുമോ? പതയല്ലേ വരാം, അത് പൊട്ടിപ്പോവും കേട്ടാ. പൊട്ടിപ്പോവാ പിന്നെ രണ്ടോണം നല്ല, ചില നേരത്ത് നല്ല പദമായിരിക്കും, ചില നേരത്ത് നല്ല കട്ടിയായിരിക്കും. അതിന് വന്ന് ശ്രദ്ധിക്കലില്ല. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ നോക്കിയില്ല. അനീഷിന് അത് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തോന്നിയതാ ആയിരിക്കും. ഞാൻ പറഞ്ഞ സാധനം മറക്കരുത്. എന്തായാലും വരൂലേ? നാളെ വരും. നാളെ രാവിലെ എന്തായാലും ക്ലാസ്സിന് വരും. ഇന്നത്തെ പോലെ മടിക്കൂല. അങ്ങനെയല്ലേ നീ പറഞ്ഞേ? അതെ, ഇന്നത്തെ പോലെ മടിക്കൂല. ഇന്ന് ഭയങ്കര തണുപ്പനും, അത് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ സ്വപ്നം കണ്ടതിന്റെ ഒരു ക്ഷീണവും. ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് എന്തായാലും അനുവിന്റെ അടുത്ത് തന്നെ പോണം ഇങ്ങനെ തോന്നാൻ തുടങ്ങി. ഞാൻ രാവിലെ വിളിക്കണം. വിളിക്കൊന്നും വേണ്ട, ഞാൻ വന്നോളൂ. വൈകുന്നേരം വീട്ടിൽ ഞാൻ പറഞ്ഞ സാധനം മറക്കരുത്. മറക്കൂല. എന്നാ പിന്നെ ശരി.